JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാഹുവിനെ സംബന്ധിച്ച കുറേ കാര്യങ്ങൾ നിങ്ങളുമായി പറഞ്ഞു. രാഹുവിൻ്റെ ദശയും അവഹാരവും കണ്ടുപിടിക്കുകയും അതിൻ്റെ ഫലങ്ങളും നിങ്ങളുമായി പങ്കുവച്ചു. അതുപോലെ തന്നെ രാഹു നൽകുന്ന ചില സൂചനയും മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് രാഹു ലഗ്നം മുതലുള്ള ഓരോ ഭാവത്തിൽ നിൽക്കുമ്പോൾ ആ ദശ എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ മേടം മുതൽ ഓരോ രാശിയിൽ രാഹു നിൽക്കുമ്പോൾ അതിൻ്റെ ഫലം എങ്ങനെയായിരിക്കും എന്നതാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ലഗ്നത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദശയിൽ ബുദ്ധിഹീനതയും വിഷം, അഗ്നി, ആയുധം ഇവയിൽ നിന്നൊക്കെ ഭയവും ബന്ധുനാശവും പല വിധത്തിലുള്ള ദുഃഖവും രോഗാരിഷ്ടയും അതുപോലെ തന്നെ മത്സരങ്ങളിൽ തോൽവിയും ഉണ്ടാകും എന്നാണ്. രണ്ടാമിടത്ത് നിൽക്കുന്ന രാഹുവിൻ്റെ ദശാകാലം എന്ന് പറയുന്നത് പൊതുവേ നാശവും സാമ്പത്തിക ഹാനിയും, അതായത് സമ്പത്ത് നശിക്കുക അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം വരിക, സ്ഥാനഭ്രംശം ഉണ്ടാകുക, അതുപോലെ ഭക്ഷണ സുഖകരമായിരിക്കുകയില്ല, രുചി കുറയുക, അതുപോലെ സർക്കാരുമായുള്ള ബന്ധത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ വരിക, തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുക, അസത്യം പറയുക, കോപിഷ്ഠനാകുക, കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുക, ധനനഷ്ടം സംഭവിക്കുക, മനപ്രയാസം ഉണ്ടാകുക, ഇതെല്ലാം രണ്ടാമിടത്ത് നിൽക്കുന്ന രാഹുവിൻ്റെ ദിശയിൽ അനുഭവപ്പെടാവുന്ന കാര്യമാണ്. മൂന്നാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത് എങ്കിൽ അതിൻ്റെ ദിശയിൽ മൂന്നാം ഭാവം, ആറാം ഭാവം, 11-ാം ഭാവം ഇതൊക്കെ നല്ല ഭാവങ്ങളാണ്. അപ്പോൾ ധനലാഭം, ബന്ധു, പുത്രൻ, ഭാര്യ, സഹോദരൻ അവരുടെയൊക്കെ സഹായവും സഹകരണവും സുഖവും, അതുപോലെ കൃഷിഗുണം, കുടുംബത്തിൻ്റെ ആധിപത്യം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം, പരിസരവാസികളുമായും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ളവരുമായും സുഹൃത്തുക്കളുമായും ഒക്കെ ഒരു നല്ല ബന്ധവും അവരുടെയൊക്കെ സഹായവും ലഭിക്കുന്ന ഒരു സാഹചര്യം, സർക്കാരുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധത്തിൽ ഗുണമുണ്ടാകുന്ന ഒരു സാഹചര്യം, അതുപോലെ തന്നെ പഠിത്തത്തിനോ തൊഴിലിനോ വേണ്ടി വിദേശാഗമനം ചെയ്യേണ്ട, വിദേശത്തേക്കോ അല്ലെങ്കിൽ അന്യദേശത്തേക്കോ പോകുന്ന ഒരു സാഹചര്യം, സർക്കാരിൽ നിന്നോ അധികാരപ്പെട്ടവരിൽ നിന്നുമൊക്കെ എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളോ അല്ലെങ്കിൽ തൊഴിലിൽ മെച്ചമുണ്ടാകുക, ഉയർച്ച ഉണ്ടാകുക, അഭിവൃദ്ധി ഉണ്ടാകുക, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുമൊക്കെ മൂന്നാം ഭാവത്തിലെ രാഹുവിൻ്റെ ദിശയിൽ ഉണ്ടാകാം. ഇനി നാലാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ആണെങ്കിൽ മാതാവിനോ, നാലാം ഭാവം മാതാവ്, വീട്, വാഹനം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ മാതാവിനോ മാതാവിൻ്റെ ബന്ധുക്കൾക്കോ അതുപോലെയുള്ള മാതൃ സഹോദരങ്ങൾക്കൊക്കെ ദോഷം വരാം, കൃഷിക്കും ധനത്തിനും ഹാനി വരാം, അതുപോലെ സർക്കാർ സംബന്ധമായ കാര്യത്തിലും വീട്, വാഹനം എന്നിവയുടെ കാര്യത്തിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാം. ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിൽ നിന്നുള്ള വിഷയങ്ങളൊക്കെ വരാം. അത്തരം ഒരു സാഹചര്യങ്ങളൊക്കെ വരുന്നത് നാലാം ഭാവത്തിൽ രാഹു നിൽക്കുമ്പോഴാണ്. ഇനി അഞ്ചാമിടത്ത് നിൽക്കുന്ന രാഹുവിൻ്റെ ദിശയിൽ അഞ്ചാം ഭാവം ബുദ്ധിയും മനസ്സും ഒക്കെയാണ്. അപ്പോൾ ബുദ്ധിഭ്രമം ഉണ്ടാകുക, മാനസികമായിട്ട് തകർച്ച വരിക, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പെട്ടെന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം വരിക, മനപ്രയാസം ഉണ്ടാകുക, അതുപോലെ ഭക്ഷണം കഴിക്കാനും അതിനൊരു സുഖമില്ലാത്ത ഒരു സാഹചര്യം വരിക, വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് അതിന് തക്ക ഒരു പ്രയോജനം ഉണ്ടാകാതെ വരിക, അല്ലെങ്കിൽ ഉയർച്ച ഉണ്ടാകാതെ വിജയം ലഭിക്കാതെ വരിക, വാദപ്രതിവാദവും കലഹവും ഒക്കെ ഉണ്ടാക്കുക, അതുപോലെ കുട്ടികളെ സംബന്ധിച്ച് സന്താനങ്ങൾക്ക് അത്ര നല്ല കാലമല്ലാത്ത ഒരു സാഹചര്യം വരിക, ഇതെല്ലാം തന്നെ അഞ്ചാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇനി ആറാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത് എങ്കിൽ ആ ദശയിൽ കള്ളന്മാരിൽ നിന്നും അതുപോലെ തന്നെ രാജാക്കന്മാരിൽ നിന്നും ഭയവും പ്രമേഹമൊക്കെ ഉള്ളവർക്ക്, ത്വക്ക് രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് രോഗസാധ്യത കൂടാനുള്ള ഒരു സാധ്യതയുമുണ്ട്. എന്നാൽ ആറാം ഭാവം പാപഗ്രഹങ്ങൾക്ക് നല്ലതായതുകൊണ്ട് ആരോഗ്യ സംബന്ധമല്ലാത്ത കാര്യങ്ങളിൽ ധനധാന്യ വർധനവും രാജപ്രസാദവും ബന്ധുക്കളുടെ ഗുണവും കാര്യലാഭവും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങളും ആറാം ഭാവത്തിലെ രാഹു കൊണ്ട് ഉണ്ടാകും എന്ന്. ഇനി ഏഴാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത് എങ്കിൽ ആ ദശയിൽ ഭാര്യയുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു അകൽച്ചയോ അല്ലെങ്കിൽ രോഗമോ അല്ലെങ്കിൽ വിദേശവാസമോ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വരാം. അതുപോലെ ആരോഗ്യ സംബന്ധമായിട്ട് ചില പ്രശ്നങ്ങൾ വരാം. ഏഴാം ഭാവം മാർഗസ്ഥാനമായതുകൊണ്ട് ഏതെല്ലാം മാർഗത്തിൽ പോയാലും അതൊന്നും അത്ര ഗുണം ഉണ്ടാവാത്ത ഒരു സാഹചര്യം വരാം. വക്രബുദ്ധിയും വളഞ്ഞ ബുദ്ധിയും ഒക്കെ പ്രയോഗിച്ചെന്നും ഒക്കെ വരാം. എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദശയാണെങ്കിൽ രോഗവും ദുഃഖവും ധനനഷ്ടവും അതുപോലെ കാര്യതടസ്സവും
തനിക്കോ പുത്രനോ അങ്ങനെ അല്ലെങ്കിൽ വീട്ടിലുള്ള ബന്ധുക്കളിൽ ആർക്കെങ്കിലുമൊക്കെയോ അല്ലെങ്കിൽ വീട്ടിൽ വളർത്തുന്ന പശുക്കൾക്കോ അങ്ങനെയുള്ള ഏതെങ്കിലും മൃഗങ്ങൾക്കോ ഒക്കെ മരണമോ വിരഹമോ ഉപദ്രവമോ ഒക്കെ വരാം. അതുപോലെ അഗ്നിഭയം വരാം. ഇങ്ങനെ പല പ്രകാരത്തിലുള്ള വിഷമതകളും വരാം. അഷ്ടമം ഒരു സ്ഥാനം കൂടിയാണ് എന്നുള്ളത്. അപ്പോൾ ആരോഗ്യ സംബന്ധമായിട്ടുമൊക്കെയുള്ള വിഷയങ്ങൾ വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഇനി 9ാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത് എങ്കിൽ ആ 9ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദശയിൽ പിതാവും അതുപോലെ തന്നെ പിതൃതുല്യവരായവർ, ആചാര്യന്മാർ, അങ്ങനെയൊക്കെ ഉള്ളവർക്കൊന്നും ഒരു നല്ല കാലമായിരിക്കില്ല എന്നുള്ളതാണ്. 9ാം ഭാവം പുത്രസ്ഥാനം കൂടി ആയതുകൊണ്ട് സന്താനങ്ങൾക്കും ഗുണമുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ പല ക്ലേശങ്ങളും അതുപോലെ തന്നെ മാനസികമായ പ്രയാസങ്ങളും അതുപോലെ പ്രശ്നങ്ങളും ഒക്കെ നേരിടുമ്പോൾ സ്ഥലം വിട്ടുപോകാനും നാട് വിട്ടുപോകാനുള്ള സാധ്യതയുമുണ്ട്. ഇതെല്ലാം തന്നെ 9ാം ഭാവത്തിലെ ഭാഗ്യദോഷം എന്നും വേണമെങ്കിൽ പറയാം. ഭാഗ്യസ്ഥാനം കൂടിയാണല്ലോ 9ാം ഭാവം. 9ാം ഭാവത്തിലെ രാഹുവിൻ്റെ ദശയിൽ അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ്. ഇനി 10ാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത് എങ്കിൽ വിചാരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഗുണവും അതുപോലെ പ്രവൃത്തി കർമ്മരംഗത്ത് കുറച്ചൊക്കെ ഒരു മെച്ചമുണ്ടാകും എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, ആത്മീയമായി ചിന്തിക്കുന്നവർക്കും അത്തരത്തിൽ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഭാഗവതം അതുപോലെ പുരാണങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഇതിഹാസങ്ങളൊക്കെ വായിച്ച് കേൾപ്പിക്കുന്നതിനും അതുപോലെ പുണ്യ തീർത്ഥങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നതിനും ആൾക്കാരെ കൊണ്ടുപോകുന്നതിനും അങ്ങനെയൊക്കെയുള്ള ചില പ്രവർത്തികളൊക്കെ ഇത് ഉണ്ടാക്കിത്തരും എന്നാണ്. എന്ന് പറഞ്ഞാൽ പുണ്യപ്രവർത്തികൾ എന്ന് വേണമെങ്കിൽ പറയാം. രാഹു 10ാമിടത്ത് ശുഭരാശിയിലാണ് നിൽക്കുന്നത് എങ്കിലാണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഗുണമുണ്ടാകുന്നത്. പാപരാശിയിലാണെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കൂടെ നിൽക്കുന്നത് ആരാണോ അതനുസരിച്ചുള്ള ഗുണമാണ് രാഹു നിൽക്കുന്നത് എന്ന്. പാപരാശി ആണെങ്കിൽ പല കാര്യങ്ങളും കർമ്മദോഷം എന്ന് വേണമെങ്കിൽ പറയാം. അപവാദം വരാം, ഭാര്യാപുത്രാദികൾക്ക് പ്രശ്നങ്ങൾ വരാം, ധനനഷ്ടം വരാം, അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ വരാം, ചെയ്തതൊക്കെ തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യം വരാം. അങ്ങനെയൊക്കെ വരാനുള്ള സാഹചര്യവും ഈ 10ാം ഭാവത്തിലെ രാഹു കൊണ്ട് ഗുണവും ഉണ്ടാകും, ദോഷവും. ഇനി 11ാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ 11ാം ഭാവം നല്ല സ്ഥാനമാണ്. അപ്പോൾ സർക്കാരിൽ നിന്ന്, ഭരണാധികാരിയിൽ നിന്ന്, അതാണ് ഈ രാജാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവരിൽ നിന്നൊക്കെ നല്ല ഒരു സമീപനവും അവരുടെയൊക്കെ ആനുകൂല്യങ്ങളും തൊഴിൽ സംബന്ധമായ ഉയർച്ചയും സർക്കാർ സംബന്ധമായ ധനലാഭവും ഒക്കെ ലഭിക്കും. അതുപോലെ പാരിതോഷികങ്ങൾ ലഭിക്കും. വിവാഹം, പുത്രലാഭം, ധനലാഭം, ഭൂമിലാഭം, കൃഷിഗുണം, അതുപോലെ വീട് നിർമ്മിക്കാൻ സാധിക്കുക, കുടുംബത്തിന് ഉയർച്ച ഉണ്ടാകുന്ന പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നു, പല പ്രകാരത്തിലുള്ള ഐശ്വര്യവും അഭിവൃദ്ധിയുമൊക്കെ ഉണ്ടാകുക. ഇതെല്ലാം തന്നെ 11ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദശാകാലത്ത് ലഭിക്കും എന്നതാണ്. കാരണം 11ാം ഭാവം പാപനായാലും ശുഭനായാലും കൂടെ നിൽക്കുന്ന ആരായാലും അത് നല്ല ഫലം നൽകുന്ന ഒരു സ്ഥാനമാണ്. അതുകൊണ്ട് ആ രാഹുവിൻ്റെ ദിശയിൽ 18 വർഷവും വളരെയേറെ ഗുണമുണ്ടാകുന്നു എന്നാണ്. പിന്നെ ഈ മറ്റുള്ളവരുടെ അപഹാരകാലം വരുന്ന സമയങ്ങളിൽ ആ അപഹാരനാഥൻ വളരെ മോശമാണെങ്കിൽ ഗുണഫലം കുറയും. ഇനി 12ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദിശയാണെങ്കിൽ 12ാം ഭാവം നഷ്ടസ്ഥാനവും വ്യയസ്ഥാനവും ഒക്കെയാണ്. അപ്പം ദേശാന്തര സഞ്ചാരം എന്ന് പറഞ്ഞാൽ നാട് വിട്ടു പോവുക അല്ലെങ്കിൽ അന്യദേശവാസം നടത്തുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പലവിധമായ നഷ്ടങ്ങൾ, മനപ്രയാസങ്ങൾ, അതുപോലെ കുടുംബത്തിൽ ഭാര്യാപുത്രാദികളുമായിട്ടൊക്കെ കലഹം, ശത്രുപീഡ, ഇങ്ങനെയൊക്കെയുള്ളത്, ധനത്തിനും കൃഷിക്കും പശുക്കൾക്കും സമ്പത്തിനുമൊക്കെ നാശം സംഭവിക്കുക, നഷ്ടം സംഭവിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് ദോഷങ്ങളും 12ാം ഭാവത്തിലെ രാഹുവിൻ്റെ ദശയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. പാപക്ഷേത്രത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദശയാണെങ്കിൽ ശരീരത്തിനും ശാരീരികമായ പ്രശ്നങ്ങളും ഉണ്ടാകും. കള്ളന്മാരിൽ നിന്നും അതുപോലെ തന്നെ സർക്കാർ ഭരണാധികാരികളിൽ നിന്നും ശത്രുക്കളിൽ നിന്നുമൊക്കെയുള്ള ഉപദ്രവങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. പ്രമേഹ രോഗം, അതുപോലെ യൂറിനറി ഇൻഫെക്ഷന്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഉണ്ടാകുന്ന സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ രാഹുവിനെ സംബന്ധിച്ച് ന്യൂറോയെ സംബന്ധിച്ച് ചില കാര്യങ്ങളും പറയുന്നുണ്ട്. അത് ബുധനും രാഹുവിനും അങ്ങനെ ചില സാധ്യതകൾ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലും പ്രശ്നങ്ങൾ വരാം എന്നതാണ് സൂചിപ്പിച്ചത്.